വിഷയത്തിൽ ഒരു പൊതുവേദിയിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. സഹിക്കുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമായതുകൊണ്ട് സഹനം വേണ്ട എന്ന ഒരു ആശയവുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന എന്തെങ്കിലും ഒരു തോട്ട് ഒരു പൊതുവേദിയിൽ നിന്നുകൊണ്ട് ഒരു പ്രബോധകൻ പ്രസംഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു താല്പര്യമില്ലാതെ ദുഃഖിച്ചും വിഷമിച്ചും സഫർ ചെയ്യുന്ന മനുഷ്യർ ആ സഫറിങ്ങിൽ നിന്നും പെട്ടെന്ന് ഓടിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു കാലഘട്ടം വരെ നിങ്ങളുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകണം എന്നുള്ളത് നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ദൈവിക പദ്ധതിയാണ്. അപ്പോൾ സഹനത്തോട് നോ പറയുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ രക്ഷാകര പദ്ധതി, നമ്മളെ രക്ഷിക്കാനുള്ള, നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഒരു വിലങ്ങ് തടിയാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു തടസ്സമാകാനുള്ള സാധ്യതയുണ്ട്. അത് കൃത്യമായി ദൈവം അതിനെക്കുറിച്ചൊരു ഓർമ്മിപ്പിച്ചതായതുകൊണ്ട് ഞാൻ പറയുവാണ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇപ്പോൾ സഫറിങ് ആണ് എന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കുന്ന ഒരാളോട് ഞാൻ പറയുവാണ്, സഫറിങ് വേണ്ട, നീ സഫറിങ് എടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അയാളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഞാൻ തടസ്സം നിൽക്കുകയാണ്. അതുകൊണ്ട് അത് എൻ്റെ മേലെ ഒരു കടമായിട്ട് മാറും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സഫറിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ വേണം നിങ്ങൾ സഫർ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഒരു 10 പേരോട് സംസാരിക്കുവാണെങ്കിൽ ഒരു 5 or 6 പേര് സഹിക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടൊക്കെയോ അവർക്ക് സഹിക്കാനുള്ള ഒരു കൃപ കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ ജനറേഷൻ്റെ ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം 90s ജനിച്ച ഞങ്ങൾക്കൊക്കെ കുറച്ചൊന്ന് സഫറിങ്ങിനോടുള്ള മനോഭാവം എന്ന് പറഞ്ഞാൽ കുറേ കൂടെ ഒക്കെ സഹിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളെക്കാളും മുൻപ് ജനിച്ചവർ അതിനേക്കാൾ കൂടുതൽ സഹിച്ചവരാണ്. അത്രയൊന്നും നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഇനിയിപ്പോൾ 20s ജനിച്ച ആളുകളെ സംബന്ധിച്ച് സഫറിങ്ങിനോടുള്ള മനോഭാവം വ്യത്യസ്തമാണ്. അപ്പോൾ ജനറേഷൻ മാറും തോറും സഹിക്കാനുള്ള കപ്പാസിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണെങ്കിലും എല്ലാ കാലത്തും ജീവിതത്തിൽ സഫറിങ് ഉണ്ട്. അത് നമ്മൾ ഒരു പരിധിവരെ ഏറ്റെടുത്തേ പറ്റും. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിലായിരിക്കണം ഒരു സഫറിങ് നിങ്ങൾ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കട്ടെ. ഞാനായിട്ട് അല്ലെങ്കിൽ വേറൊരാളായിട്ട് അല്ല നിങ്ങളോട് സഫറിങ്ങിൻ്റെ മേഖലയിൽ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങളെ പറയേണ്ടത്. തീർച്ചയായിട്ടും ആ സഫറിങ്ങിനെ കുറിച്ച് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടും. ഇപ്പോൾ ചൈൽഡ്ഹുഡ് മുതൽ ഒരാൾ സഹിക്കുകയാണ്, ടീനേജിൽ പ്രോബ്ലംസ് ഉണ്ടായി, യൗവനത്തിൽ പ്രോബ്ലംസ് ഉണ്ടായി, മാരീഡ് ലൈഫിലും ആകെ ദുരിതവും ദുഃഖവും മാത്രമായി. അപ്പം ഒരുവിധം ശുദ്ധീകരണാനുഭവത്തിലേക്ക് വരാൻ ഈ വ്യക്തി സഹിച്ചു കഴിഞ്ഞു. എങ്കിലും പക്ഷെ ഓരോ വ്യക്തിയുടെ ആത്മാവിൻ്റെ രഹസ്യമുണ്ട്, ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രഹസ്യമുണ്ട്. അത് ആ വ്യക്തിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. അപ്പോൾ ആ വ്യക്തിക്ക് എത്ര കാലത്തോളം സഹനം ഉണ്ടാകണം എന്നുള്ളത് ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിലുള്ളൊരു കാര്യമാണ്. ഒരു എത്ര വർഷത്തോളം ഈ കുട്ടി ഈ വ്യക്തി സഹിക്കണം എന്നുള്ളതും ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. അപ്പം അത് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കാം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിന് വെളിപ്പെടുത്തി കൊടുക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ. അതായത് ദൈവം ചിലരോട് സംസാരിക്കുമ്പോൾ പറയും ദൈവം ഈ സഹനത്തിൽ നിന്നും അവരെ ചിലപ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ മോചിപ്പിക്കും എന്നൊക്കെ പറയും. പക്ഷെ അത് ഒരു രഹസ്യമാണ്. അത് കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടുക എന്ന് പറയുന്നത്, മറ്റൊരാൾക്ക് വെളിപ്പെട്ട് കിട്ടുക എന്ന് പറയുന്നതും ഒരു സങ്കീർണമായ പ്രശ്നമാണ്. അത് നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുക. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുണ്ടെന്ന് തോന്നുന്നു അല്ലേ മനസ്സിലാക്കാൻ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ചൈൽഡ്ഹുഡ് മുതൽ സഹിക്കുന്നതാണ്. അപ്പം എനിക്ക് അറിവില്ലാത്ത പ്രായം മുതൽ എൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി. അപ്പം എനിക്ക് എല്ലാ തരത്തിലുമുള്ള പലതരത്തിലുള്ള തിന്മയുടെ ആക്രമണങ്ങളെ നേരിട്ടു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു 10 വർഷത്തോളം ഭയം എന്നൊരൂപി എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മാനസികമായിട്ട് മെൻ്റൽ അബ്യൂസിലൂടെയും ടോർച്ചറിലൂടെയും കുറേ നാൾ കടന്നുപോയി. ഇങ്ങനെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളോടും എനിക്ക് പൊരുതേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഞാൻ എന്തുമാത്രം അതിലേക്ക് വന്നു എന്ന്. ഇതെല്ലാം എന്നെ ദൈവത്തിലേക്ക് എത്തിച്ചു. അപ്പം ഞാൻ ഇത്രയും കാലഘട്ടം സഹിച്ചു. അതിനുശേഷം ഞാൻ ദൈവത്തിലേക്ക് എത്തിയതിന് ശേഷം ഉണ്ടായ സ്ട്രഗിളുകൾ നമുക്ക് സ്ട്രഗിളിംഗ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിലേക്ക് വന്നതിന് ശേഷം നന്മ പ്രവർത്തിക്കാനുള്ള ഒരു സംഗതി ഉണ്ടായി. അങ്ങനെ നന്മ പ്രവർത്തിച്ച് തുടങ്ങി. അപ്പോൾ നമ്മൾ നന്മ ചെയ്യുന്നത് നമ്മുടെ കടങ്ങൾക്ക് ഇളവ് പോലെ തന്നെയാണ്. നമ്മൾ സഹിച്ച് കടം വീട്ടുന്നു, അതുപോലെ നന്മ ചെയ്ത് കടം വീട്ടുന്നു. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഇത്രയധികം പേരോട് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു എൻ്റെ ആത്മാവിൻ്റെ കടങ്ങൾ വീട്ടാൻ ഇതെല്ലാം ഉപകരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സൽപ്രവർത്തികൾ കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട്, പുണ്യപ്രവർത്തികൾ കൊണ്ട്, കരുണ കൊണ്ട്, ക്ഷമിച്ചുകൊണ്ട് ഒക്കെ നമ്മുടെ കടമാണ് വീട്ടുന്നത്, നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാലഘട്ടം ആയതുകൊണ്ട് എനിക്ക് തോന്നാറുണ്ട് ഇനി ചില സഹനങ്ങൾ മതി എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇനി ഈ ഒരു കാര്യത്തിൽ ഇനി ഇതിൻ്റെ പുറകെ പോകണ്ട എന്ന് എനിക്ക് തോന്നാറുണ്ട്. ചില കുരിശ് എനിക്ക് താഴെ ഇറക്കി വയ്ക്കാൻ തോന്നാറുണ്ട്. പക്ഷെ എന്നാലും ദൈവം എന്നോട് ആവശ്യപ്പെട്ടാൽ മാത്രമേ എനിക്കത് ഇറക്കി വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതെനിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും
ദൈവം പറയുവാണ് ഓക്കെ നീ ഇങ്ങനെയല്ല പോകേണ്ടത് നീ എന്ന് പറയുവാണെങ്കിൽ മാത്രമേ എനിക്കത് ഇറക്കി വയ്ക്കാൻ പറ്റൂ. സോ സഫറിങ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ ഒരു സംഗതിയാണ്. അതിനോടുള്ള നിങ്ങളുടെ മനോഭാവം, ഒരു സമാധാനത്തിൽ നിങ്ങൾക്ക് സഫറിങ്ങിനെ നേരിടാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു സഹായം വേണം. എന്നിട്ട് ദൈവത്തിൻ്റെ ഒരു പദ്ധതി പ്രകാരം സഹിക്കുന്നു എന്നുള്ളൊരു സംഗതിയിൽ വേണം. ഇനി വ്യക്തിപരമായി നിങ്ങൾ സഹിക്കുമ്പോഴും ഈ സഹനത്തിൻ്റെ ഇടയിലും നിങ്ങളെ പ്രത്യേകമായി കരുതാതെ, സഹിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം കൂടുതലായിട്ടുണ്ട്. സഹിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഒരു സഹായമുണ്ട്. ദൈവം അയാൾക്ക് ഫേവറായിട്ട് നിൽക്കും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ദൈവം എന്ന ആ ഒരു അനുഭവം സഫർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സഫറിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രഹസ്യമാണ്. എത്ര കാലം സഹിക്കണം എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു സംഗതിയാണ്. അത് നിങ്ങൾ ആത്മീയതയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ശുദ്ധീകരണ പ്രക്രിയയാണ്. അപ്പം മറ്റേ ആൾ നിങ്ങൾ അനുഭവിപ്പിക്കുന്നത് മാത്രമായിട്ട് നിങ്ങൾ അതിനെ കാണരുത്. നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നടക്കുന്ന സഫറിങ്ങിൻ്റെ മേഖലയൊക്കെയാണ് കേട്ടോ ഇത്. ഇനി അപ്പം സഫറിങ്ങിന് അങ്ങനെ ഒരു തലമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കുരിശ് എടുക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സഹനം എന്ന് പറഞ്ഞാൽ രക്ഷ എന്നാണ്. സഹിക്കാൻ ദൈവം നിങ്ങൾ അനുവദിക്കുന്നുണ്ട് എങ്കിൽ ആ സഹനത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അത് ദൈവത്തോട് തന്നെ നിങ്ങൾക്ക് എല്ലാ അവകാശമുണ്ട്. ദൈവത്തോട് ചോദിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ദൈവം എല്ലാവരുടെയും ആണല്ലോ. അപ്പോൾ ദൈവമായിട്ട് നിങ്ങൾ ഇരിക്കണം. എന്നിട്ട് ദൈവമായിട്ട് നിങ്ങളൊരു ആത്മസംഭാഷണം ഉണ്ടാവണം. അതിനുള്ളിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.